വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു KC's ക്ലാസ്സസ്. KC's ക്ലാസ്സസിന്റെയും ഒരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ CS. ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി MCOM തേർഡ് സെമസ്റ്റർ എക്സാംസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. സോ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ സ്മാർട്ട് സ്റ്റഡി വീഡിയോസ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ചാനലിൽ ആദ്യത്തെ സബ്ജക്റ്റ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് മാനേജ്മെന്റിന്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിന്റെ വീഡിയോ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ഓരോ പാർട്ടിലുള്ള ചോദ്യങ്ങളുടെ ഡിസ്കഷൻ ഇതൊക്കെ അവൈലബിൾ ആണ്. ദെൻ നമ്മൾ എപ്പോഴും പറയുന്നതാണ് നമ്മൾ MCOMന്റെ എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസും അസൈൻമെന്റ് സപ്പോർട്ടും ഒക്കെ കൊടുക്കുന്നുണ്ടെന്ന്. ദെൻ കഴിഞ്ഞ 2 സെമസ്റ്ററുകളിലായിട്ട് കുട്ടികളുടെ ഭാഗത്ത് നിന്ന് ഏറ്റവും കൂടുതൽ വന്നിട്ടുണ്ടായിരുന്ന ഒരു റിക്വസ്റ്റ് ആണ് ഷോർട്ട് നോട്ട്സ് വേണം എന്നുള്ളത്. നമ്മുടെ സ്റ്റഡി മെറ്റീരിയലിന്റെ പ്രോബ്ലംസ് നമുക്കറിയാം. പലപ്പോഴും കുട്ടികൾക്ക് ഇത് ലേറ്റ് ആയിട്ടാണ് കിട്ടാറ്. പിന്നെ രണ്ടാമത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് അത് ഡെസ്കിലൊക്കെ പോവുകയാണെങ്കിൽ വ്യൂയിങ് ഓപ്ഷൻ മാത്രമേ ഉള്ളൂ, PDF ആയിട്ടില്ല. ദെൻ ബുക്ക് നോക്കുമ്പോൾ അതിന്റെ പ്രസന്റേഷൻ കുറച്ചും കൂടിയും ലെങ്തി ആണ്. അപ്പൊ ഇതൊക്കെ കാരണമാണ് കുട്ടികൾ എൻ്റെ അടുത്ത് ഷോർട്ട് നോട്ട് ചോദിക്കാറ്. ഇപ്പൊ കഴിഞ്ഞ 2 സെമസ്റ്ററുകളിൽ നമ്മൾ MCOM ആയതുകൊണ്ട് തന്നെ അതൊന്നും കൊടുക്കാറില്ല, ക്ലാസ്സസ് ആണ് മെയിനായിട്ട് കൊടുക്കാറ്. അപ്പൊ ഇപ്രാവശ്യം ഇത്രത്തോളം റിക്വസ്റ്റ് വന്നുകൊണ്ടാണ് നമ്മൾ ഷോർട്ട് നോട്ട്സിന്റെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്ത്. അങ്ങനെ ആദ്യത്തെ എക്സാം ഇൻവെസ്റ്റ്മെന്റ് മാനേജ്മെന്റിന്റെ ഷോർട്ട് നോട്ട്സ് കംപ്ലീറ്റ് ആയി നമ്മൾ ചാനലിലൂടെ അതിന്റെ മൊത്തം ഡീറ്റെയിൽസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വീഡിയോ ചെയ്തു. കുട്ടികൾക്ക് നമ്മുടെ ആപ്പിലൂടെ ഇപ്പോൾ പർച്ചേസ് ചെയ്യാൻ സാധ്യം അവൈലബിൾ ആണ്. അപ്പോൾ ഇവിടെ എന്താ വിഷയം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഷോർട്ട് നോട്ട്സ് അവൈലബിൾ ആണ് എന്നതിന് ശേഷം, ആ വീഡിയോയ്ക്ക് ശേഷം നമുക്ക് വരുന്ന എൻക്വയറി എന്ന് പറഞ്ഞാൽ സാധാരണ വരുന്ന എൻക്വയറിയുടെ 3-4 ഇരട്ടിയാണ് ഷോർട്ട് നോട്ട്സിന് മാത്രം. ക്ലാസ്സിന് കുട്ടികൾ ജോയിൻ ചെയ്യുന്നുണ്ട്. ദെൻ ഈ ഷോർട്ട് നോട്ട്സിന് വേണ്ടി മാത്രം വിളിക്കുന്നവർ വളരെ കൂടി. അപ്പം ഞാൻ കരുതി എക്സാം അല്ലേ, കുറച്ച് ദിവസം കഴിഞ്ഞ് എക്സാം ആയി, അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പ്രശ്നങ്ങളൊക്കെ കുട്ടികൾ ഫേസ് ചെയ്യുന്നതുകൊണ്ട് അതുകൊണ്ടായിരിക്കും കുട്ടികൾ ഇത്രത്തോളം ഇത് പർച്ചേസ് ചെയ്യുന്നത് എന്നാണ് എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. അത് തന്നെയാണ് മെജോറിറ്റി റീസൺ. എന്നാലും ചെറിയൊരു പെർസെൻറ്റേജ് എനിക്ക് വന്നിട്ടുള്ള റെസ്പോൺസ് ആണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. എസ്പെഷ്യലി ലേണിംഗ് സെൻറ്റേഴ്സിലുള്ള ടീച്ചർമാർ അല്ലെങ്കിൽ പല കുട്ടികളടക്കം പറയുന്നു ഈ ഷോർട്ട് നോട്ട്സ് അവർ പഠിക്കാൻ വേണ്ടിയിട്ടല്ല യൂസ് ചെയ്യുന്നത്. നമുക്കറിയാം പോസിറ്റീവ്സ് ഉണ്ട് ഈ ഷോർട്ട് നോട്ട്സിന്, നെഗറ്റീവ്സ് എന്ന് പറയാൻ എൻ്റെ ഭാഗത്തു നിന്നല്ല നെഗറ്റീവ്സ്, ഇത് യൂസ് ചെയ്യുന്ന ആൾക്കാരുടെ ഭാഗത്തു നിന്നാണ് അത് നെഗറ്റീവായിട്ട് വരുന്നത്. ഇത് കോപ്പി അടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കുട്ടികൾ ആ ഒരൊറ്റ പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു, അല്ലെങ്കിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് മേടിക്കുന്നത് എന്ന ഒരു ഡിസ്കഷൻ ഇത് വല്ലാണ്ട് കൂടുന്നുണ്ട്. എന്തിനാ ഷോർട്ട് നോട്ട് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പർപ്പസ് ഇതാ. ഞാനിത് ഷോർട്ട് നോട്ടിൻ്റെ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കും. അതിൽ പല ടോപ്പിക്കുകളും ലെങ്തി ആയിരിക്കും. പ്രോബ്ലം പേപ്പറൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ അല്ലേ കറക്റ്റ് പ്രോബ്ലംസ് കഴിഞ്ഞിട്ട് പിന്നെ ആയിരിക്കും ടോപ്പിക് എടുക്കുന്നുണ്ടാവുക. അങ്ങനെ എന്താണ് തിയറി പോർഷൻസ് കറക്റ്റ് ഓർഡറിൽ ഷോർട്ടായിട്ട് കിട്ടാൻ കുറച്ച് പാടാണ്. അപ്പോൾ ഈ കുറച്ച് പേജസിലോട്ട് ഇതിനെ സമ്മപ്പ് ചെയ്ത് ക്രിസ്പി ആയിട്ട് നിങ്ങൾക്ക് തരാണെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാൻ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ലാസ്റ്റ് മൊമെന്റിലൊക്കെ ഈസി ആയിട്ട് ഇതിങ്ങനെ നോക്കി എന്ത് ചെയ്യാൻ പറ്റും, ഓർത്ത് നമ്മുടെ എൻറ്റയർ ടോപ്പിക് കവർ ചെയ്യാൻ സാധിക്കും. അതൊക്കെയാണ് ഇതിൻ്റെ ഗുണം. സ്റ്റഡി മെറ്റീരിയൽ ബുക്ക് യൂസ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ വളരെ സിംപ്ലിഫൈ ആയിട്ട് അതേ ഓർഡറിലാണ് ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. ഇങ്ങനൊരു ഷോർട്ട് നോട്ട് നിങ്ങളെ പഠിക്കാൻ കുറച്ചും കൂടി സഹായിക്കും. ആ രീതിയിലാണ് ഇതിനെ കാണണ്ടേ, പഠന സഹായിയാണിത്. അതല്ലാണ്ട് എനിക്ക് വളരെ വിഷമമുള്ള ഒരു കാര്യമാണ് ഇതിൻ്റെ പർപ്പസ് ഈ ബിറ്റ് ഉണ്ടാക്കി വേറെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വിനിയോഗിക്കരുത്. നിങ്ങൾ കുറച്ച് സമയം പഠനത്തിന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുകയാണെങ്കിൽ, അതുപോലെ തന്നെ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന എൻ്റെ ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കിയിട്ട് ഈ ഷോർട്ട് നോട്ടിൽ തന്നെ നോക്കി ഈസി ആയിട്ട് പഠിച്ച് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. ഞാൻ അത്ര സിമ്പിളായിട്ടാണ് അതൊക്കെ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ വീണ്ടും പറയുന്നു, ഇതിൻ്റെ പർപ്പസ് പഠനത്തിന് വേണ്ടിയിട്ടുള്ളൊരു സഹായിയാണ്, അതല്ലാണ്ട് കോപ്പി അടിക്കാനല്ല. എന്താണ് ലേണിംഗ് സെൻറ്ററിൽ നിന്നും അതുപോലെ തന്നെ പല ഏജ്ഡായിട്ടുള്ള ആൾക്കാരൊക്കെ PGക്ക് ജോയിൻ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ അവരൊക്കെയാണ് സത്യസന്ധമായിട്ട് എൻ്റെ അടുത്ത് പറയുന്നത്. എന്താണ് ചില ആൾക്കാർ ഇതിൻ്റെ പർപ്പസ് മേടിച്ചിട്ട് ഇപ്പം തന്നെ അവരിതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങി. എക്സാമിന് 1-ാം തീയതിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എനിക്കിത് കേട്ടപ്പോൾ കുറച്ച് വിഷമമായി. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം. നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുക. ഓക്കെ, അതല്ലെങ്കിൽ ഇത് എവിടെ നിന്നാണ് കിട്ടിയെന്നുള്ളൊരു ഡിസ്കഷൻ വരുമ്പോൾ നമ്മുടെ സ്ഥാപനത്തിൻ്റെ പേര് തന്നെയാണ് പറയാം.
അല്ലേ? നമ്മുടെ സാധനത്തിൽ നിന്ന് പർച്ചേസ് ചെയ്യാൻ കിട്ടുമല്ലോ. പിന്നെ ഇതിൻ്റെ എണ്ണം അങ്ങനെ കൂടി വരുമ്പോഴേ കൂടുതൽ കുട്ടികൾ ഇത് മേടിക്കുമ്പോൾ പഠിക്കാൻ ഇനിയായിരിക്കും മെജോറിറ്റി മേടിക്കുന്നുണ്ടാവുക. എന്നാലും എന്താണ് അതല്ലാത്ത നേരത്തെ പറഞ്ഞ പർപ്പസിന് മേടിക്കുന്നവരുണ്ട്. അവർ എന്താണ് പ്ലീസ് ഒന്ന് പുറകോട്ട് ആ ഒരു ഡിസിഷൻ മാറ്റി നിങ്ങൾക്ക് നല്ല രീതിയിൽ സിമ്പിളായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് ഉണ്ടാക്കിയിട്ടുള്ളത്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ വിനിയോഗിക്കുക. ഓക്കെ? അപ്പോൾ ഈ ഒരു കാര്യത്തിനാണ് ഞാനൊരു വീഡിയോ ചെയ്യാൻ കാരണം. സോ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക. അതിനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു എക്സാം റിലേറ്റഡ് ലൈവ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ ലാസ്റ്റ് ഡേ എക്സാമിനേഷൻ ടിപ്സ് ഇതൊക്കെ ഉണ്ടാവും. ഓക്കെ? അപ്പോൾ പഠിക്കാൻ വേണ്ടിയിട്ട് മാത്രം എല്ലാ എന്താണ് സപ്പോർട്ടിങ് കാര്യങ്ങൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് യൂസ് ചെയ്യുക കേട്ടോ. ഓക്കെ? മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.